ഇമാജിൻ ഒരു ഡിസിഷനോടുള്ള നിങ്ങളുടെ എഗ്രിമെൻറ്റ് ഒരുപക്ഷെ ലോകത്തെ ന്യൂക്ലിയർ വാറിലേക്ക് തന്നെ നയിക്കാമായിരുന്നു. ബട്ട് യു ചോസ് നോട്ട് ടു. 1960കളിലെ കോൾഡ് വാറിൻ്റെ കാര്യം. 1961 അമേരിക്കയുടെ ക്യൂബയെ അട്ടിമറിക്കാനുള്ള ബേ ഓഫ് പിക്സ് എന്ന മിഷൻ പരാജയപ്പെട്ടപ്പോൾ ക്യൂബ സഹായത്തിനായി USSRനെ സമീപിച്ചു. അന്ന് തുർക്കിയിലും ഇറ്റലിയിലും പ്ലേസ് ചെയ്തിരുന്ന US ന്യൂക്ലിയർ മിസൈൽസിനെ കൗണ്ടർ ചെയ്യാനും USനെതിരെ ഒരു സ്ട്രാറ്റജിക് ലെവറേജിനും വേണ്ടി USSR ക്യൂബയിലേക്ക് ന്യൂക്ലിയർ മിസൈൽസ് എത്തിച്ചു. അധികം വൈകാതെ തന്നെ US ഇൻ്റലിജൻസ് ഇതിനെക്കുറിച്ച് അറിഞ്ഞു. അതിനെ തുടർന്ന് ക്യൂബയ്ക്ക് ചുറ്റും അവർ നേവൽ ബ്ലോക്കേഡിന് ഓർഡർ ഇട്ടു. അന്ന് US ഉപയോഗിച്ച വാക്ക് നേവൽ ക്വാറന്റീൻ എന്നായിരുന്നു. അതൊരു എസ്കലേഷൻ ഒഴിവാക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ക്യൂബയിലേക്കുള്ള കപ്പലുകളിൽ US പരിശോധന നടത്തി. പിന്നീട് USഉം USSRും ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തി. അതിൽ USSR പറഞ്ഞത് ഇറ്റലിയിലും തുർക്കിയിലുമുള്ള മിസൈലുകൾ പിൻവലിക്കുക, ക്യൂബയെ ആക്രമിക്കാതിരിക്കുക, ഇതൊക്കെയായിരുന്നു USSRന്റെ ആവശ്യം. അങ്ങനെ ഇരിക്കുകയാണ് ഒക്ടോബർ 27, 1962 ക്യൂബക്ക് മീതെ പറഞ്ഞ ഒരു US പൈപ്പ് ലൈൻ ആക്രമിക്കപ്പെട്ടത്. അതേ ദിവസം തന്നെയാണ് സർഫസിലേക്ക് വരാൻ സിഗ്നൽ ചെയ്തുകൊണ്ട് USന്റെ ഒരു ഡെപ്ത് ചാർജ് USSRന്റെ സബ്മറീന് സമീപം എക്സ്പ്ലോഡ് ചെയ്തത്. അത് USSRന്റെ ഒരു B-59 ന്യൂക്ലിയർ സബ്മറീനായിരുന്നു. എക്സ്പ്ലോഷനെ തുടർന്ന് മോസ്കോയുമായിട്ടുള്ള അവരുടെ കണക്ഷൻ വിച്ഛേദിക്കപ്പെടുകയും അവരത് ആ എക്സ്പ്ലോഷനെ ഒരു വാറായിട്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. വാർ തുടങ്ങിയെന്ന് തെറ്റിദ്ധരിച്ച് സബ്മറീനിലെ ഓഫീസേഴ്സ് ഒരു ന്യൂക്ലിയർ ടോർപിഡോ ലോഞ്ച് ചെയ്യാൻ പ്രിപ്പയർ ചെയ്തു. ഇങ്ങനെ ഒരു ലോഞ്ചിന് സബ്മറീനിലെ 3 ഓഫീസേഴ്സിൻ്റെ അനുമതി വേണമായിരുന്നു. ക്യാപ്റ്റനും പൊളിറ്റിക്കൽ ഓഫീസറും അതിന് അനുമതി നൽകിയപ്പോൾ സെക്കൻഡ് ഇൻലൈൻ കമാൻഡറായ വാസിലി ആക്കിപ്പോവ് അത് നിരസിക്കുകയായിരുന്നു. ക്രൈസിസ് അതുകൊണ്ടൊന്നും തീർന്നില്ല. US അവരുടെ ഡെഫ്കോൺ 3, ഡെഫ്കോൺ 2 എന്നീ ഡിഫൻസ് റെഡിനെസ് ലെവലുകൾ പ്രഖ്യാപിച്ചു. പക്ഷേ പിന്നീട് ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികളും തമ്മിൽ നടന്ന ഇന്റൻസ് നെഗോഷിയേഷനിൽ US തുർക്കിയിൽ നിന്ന് അവരുടെ മിസൈലുകൾ പിൻവലിക്കാമെന്നും ക്യൂബയെ പിന്നീട് ആക്രമിക്കില്ല എന്നും ഉറപ്പുവരുന്നു. USSR UN ഇൻസ്പെക്ഷന് കീഴിൽ ക്യൂബയിൽ നിന്ന് അവരുടെ മിസൈലുകൾ പിൻവലിക്കാമെന്നും ഉറപ്പുവന്നു. ക്രെഡിബിളായ കൺസിസ്റ്റൻ്റായ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ഒന്നും ഇല്ലാതെ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്ന നേതാക്കളുടെ കാലത്ത് വാസിലി ആക്കിപ്പോവ് കാണിച്ച റെസ്ട്രെയിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്.